السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له ولي الصالحين، وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه ومن سن بسنته إلى يوم الدين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما وأصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സഹോദരങ്ങളെ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയുടെ അൽ ഖസീദത്തുൽ ലാമിയ എന്ന ചെറിയൊരു കവിതയാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അതിൽ സഹാബികളുമായി ബന്ധപ്പെട്ട് അഹ്ലുസുന്നയുടെ അഖീദ വിവരിക്കുന്ന വരികളിലാണ് നമ്മളുള്ളത്. അതാണ് കഴിഞ്ഞ ദർസിൽ നമ്മൾ വിശദീകരിച്ചു വന്നത്. ഹബ്ബു സഹാബത്തി കുല്ലിഹിം ലി മദ്ഹബുൻ വമവദ്ദത്തുൽ ഖുർബ ബിഹാ അതവസ്സലു വലികുല്ലിഹിം ഖദ്റുൻ അലാ വഫളായിലു ലകിന്നമ അസ്സിദ്ദീഖു മിൻഹും അഫ്ളലു. ഹബ്ബു സഹാബത്തി കുല്ലിഹിം ലി മദ്ഹബു. എല്ലാ സഹാബികളെയും സ്നേഹിക്കുക എന്നുള്ളതാണ് എൻ്റെ മദ്ഹബ്, എൻ്റെ വിശ്വാസം, അഥവാ അഹ്ലുസുന്നയുടെ വിശ്വാസം അതാണ്. വമവദ്ദത്തുൽ ഖുർബ, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തെയും സ്നേഹിക്കുക എന്നതും എൻ്റെ വിശ്വാസമാണ്. ബിഹാ തവസ്സലു, ആ സ്നേഹം മുൻനിർത്തിക്കൊണ്ട് ഞാൻ തവസ്സുൽ ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ കഴിഞ്ഞ ദർസിൽ സംസാരിക്കുകയുണ്ടായി. ശേഷം ഷെയ്ഖ് റഹിമഹുല്ലാ അടുത്ത വരിയിൽ പറയുന്നത് വലികുല്ലിഹിം ഖദ്റുൻ അലാ വഫളായിലു. വലികുല്ലിഹിം, അവരിൽ എല്ലാവർക്കുമുണ്ട് ഖദ്റുൻ അലാ വഫളായിലു, ഉയർന്ന സ്ഥാനങ്ങളും ഉന്നതമായ പദവി, വഫളായിലു, അതുപോലെ തന്നെ ഉന്നത മഹത്തായ സ്ഥാനങ്ങളും ശ്രേഷ്ഠതകളും അവർക്കുണ്ട്. വലികുല്ലിഹിം ഖദ്റുൻ അലാ വഫളായിലു, അവരിൽ എല്ലാവർക്കും, എല്ലാ സഹാബത്തിനും ഉന്നതമായ പദവിയും സ്ഥാനവും അതുപോലെ തന്നെ മഹത്തായ ശ്രേഷ്ഠതകളും ഉണ്ട്. ലകിന്നമ അസ്സിദ്ദീഖു മിൻഹും അഫ്ളലു, എന്നാൽ അവരിൽ ഏറ്റവും ശ്രേഷ്ഠൻ അസ്സിദ്ദീഖ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ഇവിടെ നമ്മൾ കഴിഞ്ഞ ദർസിൽ പറയുകയുണ്ടായി, സഹാബികളുടെ വിഷയത്തിലുള്ള ശ്രേഷ്ഠതകളാണ് ഈ വരിയിൽ അദ്ദേഹം പരാമർശിക്കുന്നത്. സഹാബികളെ കുറിച്ച് വന്നിട്ടുള്ള ഫളായിലുകൾ, ശ്രേഷ്ഠതകൾ രണ്ട് രീതിയിൽ കാണാം. പൊതുവായ നിലക്ക് എല്ലാ സഹാബത്തിനെയും ഉൾക്കൊള്ളുന്ന രീതിയിൽ വന്നിട്ടുള്ള ചില ശ്രേഷ്ഠതകൾ, അതുപോലെ തന്നെ പ്രത്യേകം ചില സഹാബികളെ പേരെടുത്തുകൊണ്ട് വന്നിട്ടുള്ള, അവർക്ക് പ്രത്യേകമായി അറിയിക്കപ്പെട്ട ചില മഹത്വങ്ങളും ശ്രേഷ്ഠതകളും. ഇങ്ങനെ രണ്ട് രീതിയിൽ സഹാബികളെ കുറിച്ച് വന്നിട്ടുള്ള ഫളായിലുകൾ കാണാം. ഒന്നാമത്തേത്, മൊത്തത്തിൽ എല്ലാ സഹാബത്തിനെയും ഉൾക്കൊള്ളുന്ന ശ്രേഷ്ഠതകൾ അതൊരുപാടുണ്ട്. അതിൽ ചിലത് നമ്മൾ കഴിഞ്ഞ മജ്ലിസിൽ പറയുകയുണ്ടായി. ഏറ്റവും ഒന്നാമതായി എടുത്തു പറയാനുള്ളത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തസ്കിയത്ത് ലഭിച്ച ഒരു വിഭാഗമാണ് അവർ. എന്താണ് അതിലെ തെളിവ്? റളിയല്ലാഹു അൻഹും വറളു അൻഹു, അള്ളാഹു അവരെ തൊട്ട് തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് അവന്റെ കലാമിലൂടെ അവൻ അറിയിച്ചിരിക്കുന്നു. അതിനേക്കാൾ വലിയ മഹത്വം ഇനി വേറെ എന്താണ്? അതുപോലെ തന്നെ എല്ലാ സഹാബത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വകുല്ലൻ വഅദല്ലാഹുൽ ഹുസ്ന, മൊത്തത്തിൽ എല്ലാ സഹാബികൾക്കും സ്വർഗമുണ്ട് എന്നത് അഹ്ലുസുന്ന വിശ്വസിക്കുന്ന കാര്യമാണ്. പരിശുദ്ധ ഖുർആനിലെ ആയത്താണ് അതിനുള്ള തെളിവ്. വകുല്ലൻ വഅദല്ലാഹുൽ ഹുസ്ന. സഹാബികളിലെ ശ്രേഷ്ഠതകളിലുള്ള ഏറ്റ വ്യത്യാസം പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്ന കാര്യമാണത്. എല്ലാവർക്കും അള്ളാഹു അൽ ഹുസ്ന
വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്താണ് അൽ ഹുസ്ന? അൽ ജന്ന, സ്വർഗമാണ്. അതുപോലെ സഹാബികളുടെ ശ്രേഷ്ഠതകളിൽപ്പെട്ടതാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരാണ്, അല്ല ഈ ഉമ്മത്തില് തലമുറകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരായ തലമുറയാണ് സഹാബത്തിന്റെ തലമുറ. എന്താണ് അതിനുള്ള തെളിവ്? കഴിഞ്ഞ ദർസിൽ പറഞ്ഞിരുന്നു. ഖൈറുൻ നാസി ഖർനി സുമ്മൽ ലദീന യലൂനഹും സുമ്മൽ ലദീന യലൂനഹും. അഹ്സൻത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരാരാണ്? ഖർനി, എൻ്റെ തലമുറയാണ്. ആരാണത്? സഹാബത്ത് റളിയല്ലാഹു അൻഹും. അതുപോലെ തന്നെ സഹാബികളെ കുറിച്ച് വന്നിട്ടുള്ള മറ്റൊരു ശ്രേഷ്ഠതയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ രാത്രി പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ സഹാബത്തിനോടായി പറയാണ്, അന്നുജൂമു അമനത്തുൽ ലിസ്സമാ, ഈ നക്ഷത്രങ്ങൾ ആകാശത്തിനുള്ള സുരക്ഷയാണ്. ഫഇദാ ദഹബത്തിൻ നുജൂമു അതസ്സമാഅ മാ തുഅദ്, ആ നക്ഷത്രങ്ങൾ ഇല്ലാതായാൽ ആകാശത്തിന് എന്താണോ വാഗ്ദാനം ചെയ്യപ്പെട്ടത് അത് വന്നെത്തും. വഅന അമനത്തുൽ ലിഅസ്ഹാബി, ഞാൻ എൻ്റെ സഹാബത്തിനുള്ള സുരക്ഷയാണ്. ഫഇദാ ദഹബ്തു, ഞാൻ ഇല്ലാതായാൽ അതാ അസ്ഹാബി മാ യുഅദൂൻ, എൻ്റെ സഹാബത്തിന് വാഗ്ദാനം ചെയ്യപ്പെട്ട കാര്യം അവർക്ക് വന്നെത്തും. വഅസ്ഹാബി, ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എൻ്റെ സഹാബികൾ എൻ്റെ ഉമ്മത്തിനുള്ള സുരക്ഷയാണ്. സഹാബികളുടെ കാലം കഴിഞ്ഞാൽ, സഹാബികൾ ഇല്ലാതായാൽ അതാ ഉമ്മത്തി മാ തുഅദ്, ഈ ഉമ്മത്തിന് വാഗ്ദാനം ചെയ്യപ്പെട്ട കാര്യം വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ സഹാബികളെ കുറിച്ച് വന്നിട്ടുള്ള മറ്റൊരു ശ്രേഷ്ഠതയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾ എൻ്റെ സഹാബത്തിനെ ചീത്ത പറയരുത്. ലൗ അന്ന അഹദകും അൻഫഖ മിസ്ല ഉഹുദിൻ ദഹബൻ, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഉഹദ് മലയോളം സ്വർണം ചെലവഴിച്ചാലും മാ ബലഗ മുദ്ദ അഹദിഹിം വലാ നസീഫ, അവർ ചെലവഴിച്ച മുദ് അല്ലെങ്കിൽ അതിന്റെ പകുതി അത്ര പോലും എത്തുകയില്ല. സഹാബത്തിന്റെ ശ്രേഷ്ഠതയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച കാര്യമാണ്. അതുപോലെ തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ലാ തസുബ്ബു അസ്ഹാബ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളെ ചീത്ത പറയരുത്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ചെലവഴിച്ച ഒരു നിമിഷം, അതാണ് നിങ്ങളിൽ ഒരാൾ അയാൾ തൻ്റെ ആയുസ് മുഴുവനും ചെയ്യുന്ന അമലിനേക്കാൾ ഖൈറായിട്ടുള്ളത് എന്ന് സഹാബത്തിനെ കുറിച്ച് പറയുകയാണ്. എത്രത്തോളം പദവിയുണ്ട്, എത്രത്തോളം വലിയ സ്ഥാനമാണ് സഹാബത്തിന്റെ സ്ഥാനമെന്ന് ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളാകാൻ, അനുചരന്മാരാകാൻ അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുത്തൊരു വിഭാഗമാണവർ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളുടെ ഹൃദയത്തിലേക്ക് നോക്കി, ഫവജദ ഖൽബ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറ ഖുലൂബിൽ ഇബാദ്, അടിമകളുടെ ഹൃദയത്തിൽ വെച്ച് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയമാണ് ഏറ്റവും ഖൈറായ ഹൃദയമെന്ന് അല്ലാഹു കണ്ടെത്തി. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെരഞ്ഞെടുത്തു, റിസാലത്തുമായി തെരഞ്ഞെടുത്തു, പ്രവാചകനായി തെരഞ്ഞെടുത്തു. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളുടെ ഹൃദയത്തിലേക്ക് നോക്കി, ഫവജദ ഖുലൂബ അസ്ഹാബിഹി ഖൈറ ഖുലൂബിൽ ഇബാദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം അടിമകളുടെ ഹൃദയങ്ങളിൽ വെച്ച് ഏറ്റവും ഖൈറായ ഹൃദയം ആരുടെ ഹൃദയമാണ്? സഹാബത്തിന്റെ ഹൃദയമാണ്, ഖൽബാണ് ഏറ്റവും ഖൈറായത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ടു. ഫജഅലഹും ബുസറാഅ നബിയിഹി യുഖാതിലൂന അലാ ദീനി, ആ സഹാബത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകന് വേണ്ടിയുള്ള അനുചരന്മാരാക്കി, അവന്റെ ദീനിനു വേണ്ടി ജിഹാദ് ചെയ്യുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജിഹാദ് ചെയ്യുന്ന നബിയുടെ അനുചരന്മാരാക്കി മാറ്റി നിശ്ചയിച്ചു എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സഹാബത്തിനെ കുറിച്ച് വിശേഷിപ്പിക്കുകയാണ്. അദ്ദേഹം തന്നെ പറഞ്ഞ മറ്റൊരു അസർ ഇങ്ങനെയാണ്, മൻ കാന മുസ്തന്നൻ ഫൽയസ്തന്ന ബിമൻ ഖദ് മാത്, നിങ്ങളിൽ ആരെങ്കിലും
ആരെങ്കിലും അനുധാവനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ മരണപ്പെട്ടവരെ അവൻ അനുധാവനം ചെയ്തു കൊള്ളട്ടെ. ഫഇന്നൽ ഹയ്യ ലാ തുഅ്മനു അലൈഹിൽ ഫിത്ന. കാരണം ജീവിച്ചിരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ അവനിൽ ഫിത്ന സംഭവിച്ചുകൂടായികയില്ല. ആരാണ് ആ മരണപ്പെട്ടവർ എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? ഉലൈക അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്താണ്. എന്നിട്ട് അദ്ദേഹം സഹാബത്തിനെ കുറിച്ച് പറയുന്ന ഒരു വാചകമുണ്ട്, കാനു അഫ്ളല ഹാദിഹിൽ ഉമ്മ. ഈ സമുദായത്തിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് സഹാബത്ത്. അബർറഹ ഖുലൂബൻ, ഏറ്റവും നന്മയേറിയ ഹൃദയത്തിന്റെ ഉടമകൾ. വഅഅമഖഹ ഇൽമൻ, ഈ ഉമ്മത്തിൽ വെച്ച് ഏറ്റവും ആഴമേറിയ വിജ്ഞാനത്തിന്റെ ഉടമകൾ. വഅഖല്ലഹ തകല്ലുഫൻ, തീരെ ജാട കുറഞ്ഞവർ. ഇഖ്താറഹുമുല്ലാഹ് ലിസുഹ്ബത്തി നബിയിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിഇഖാമത്തി ദീനിഹി. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ പ്രവാചകനു വേണ്ടി അവന്റെ നബിയുടെ അനുചരന്മാരാകാൻ പ്രത്യേകം തെരഞ്ഞെടുത്തവരാണ് അവർ. ഫഅരിഫൂ ലഹും ഫദ്ലഹും, അതുകൊണ്ട് നിങ്ങൾ അവരുടെ ശ്രേഷ്ഠതകൾ, മഹത്വങ്ങൾ ഉൾക്കൊള്ളണം, മനസ്സിലാക്കണം. വത്തബിഉ അലാ ആസാരിഹിം, അവരുടെ കാലടിപ്പാടുകൾ നിങ്ങൾ പിൻപറ്റണം, അനുധാവനം ചെയ്യണം. വതമസ്സകൂ ബിമസ്തതഅതും മിൻ അഖ്ലാഖിഹിം വസിയരിഹിം, അവരുടെ ചര്യകളും അവരുടെ സ്വഭാവങ്ങളിൽ നിന്നും നിങ്ങൾക്ക് സാധിക്കുന്നത്ര നിങ്ങൾ മുറുകെ പിടിച്ച് അനുധാവനം ചെയ്യേണ്ടതുണ്ട്. കാരണം ഫഇന്നഹും കാനൂ അലൽ ഹുദൽ മുസ്തഖീം, ആ സഹാബത്ത് എങ്ങനെയുള്ളവരായിരുന്നു? ഹിദായത്തിലുള്ള, സിറാത്തുൽ മുസ്തഖീമിൽ, നേരായ പാതയിലുള്ള സന്മാർഗത്തിന്റെ ആളുകളാണ് ആ സഹാബികൾ എന്ന് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവരെ കുറിച്ച് വിശേഷിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ സഹാബത്തിന്റെ ശ്രേഷ്ഠതകളിൽപ്പെട്ടതാണ് പ്രവാചകന്മാർ കഴിഞ്ഞാൽ, നബിമാര് കഴിഞ്ഞാൽ പിന്നെ ഈ ജനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരാണ് സഹാബത്ത് റളിയല്ലാഹു അൻഹും. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ വാസിത്തിയ്യ എന്ന കിതാബിൽ പറയുന്നതായി കാണാം, ഈ വിഭാഗത്തെ, ഈ സഹാബത്ത് എന്ന വിഭാഗത്തെയും അവരുടെ ചരിത്രത്തെയും അള്ളാഹു അവർക്ക് നൽകിയ ശ്രേഷ്ഠതകളെയും വൈജ്ഞാനികമായി, എൽമിയായി, ഉൾക്കാഴ്ചയോടെ നോക്കുന്ന, വീക്ഷിക്കുന്ന ഏതൊരു വ്യക്തിക്കും യാതൊരു സംശയവുമില്ലാതെ ബോധ്യപ്പെടുന്ന കാര്യമാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് അവർ ഖൈറുൽ ഖൽഖി ബഅദൽ അംബിയാ, നബിമാര് കഴിഞ്ഞാൽ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ്. ലാ കാന വലാ യകൂനു മിസ്ലഹും, അവരെ പോലൊരു വിഭാഗം ഉണ്ടായിട്ടില്ല, ഇനി അവരെ പോലൊരു വിഭാഗം മനുഷ്യകുലത്തിൽ ഉണ്ടാവുകയും ചെയ്യുകയില്ല. അത്രയും ഉന്നതമായ പദവികളിലുള്ള, ഉയർന്ന ശ്രേഷ്ഠതകളുള്ള വിഭാഗമാണ് സഹാബത്ത് റളിയല്ലാഹു അൻഹും എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതാണ് സഹോദരങ്ങളെ മൊത്തത്തിൽ സഹാബത്തിനെ കുറിച്ച് ഖുർആനിലും സുന്നത്തിലും വന്നിട്ടുള്ള ചില ശ്രേഷ്ഠതകൾ. എന്നാൽ ഈ സഹാബികൾ ശ്രേഷ്ഠതകളുടെ കാര്യത്തിൽ ഒരുപോലെയാണോ? അല്ല എന്നാണ് അഹ്ലുസുന്ന വിശ്വസിക്കുന്നത്. ശ്രേഷ്ഠതകളുടെ കാര്യത്തിൽ അവർക്കിടയിൽ എന്തുണ്ട്? ഏറ്റ വ്യത്യാസങ്ങൾ ഉണ്ട്. പല നിലക്ക് ശ്രേഷ്ഠതകളുടെ വിഷയത്തിൽ അവരിൽ ഏറ്റ വ്യത്യാസമുണ്ട്. അല്ലാഹു പറഞ്ഞതുപോലെ ലാ യസ്തവി മിൻകും മൻ അൻഫഖ മിൻ ഖബ്ലിൽ ഫത്ഹി വഖാതൽ, നിങ്ങളിൽ നിന്ന് ഫത്ഹിന് മുമ്പ് ചെലവഴിക്കുകയും യുദ്ധം ചെയ്യുകയും ചെയ്തവർ ഒരുപോലെയാവുകയില്ല. അവർക്ക് ശേഷം യുദ്ധം ചെയ്യുകയും ചെലവാക്കുകയും ചെയ്തവരെ പോലെ സമമാവുകയില്ല എന്ന് അല്ലാഹു സഹാബത്തിനോടായി പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ആ ആയത്തിൽ ഫത്ഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മക്കം ഫത്ഹാണ് എന്നും ഹുദൈബിയ സന്ധിയാണ് എന്നും രണ്ട് നിലക്ക് വിശദീകരണങ്ങൾ വന്നിട്ടുണ്ട്. ആ ഫത്ഹിന് മുമ്പ് ചെലവഴിക്കുകയും യുദ്ധം ചെയ്യുകയും ചെയ്ത സഹാബികളെ പോലെ അവർക്ക് ശേഷമുള്ള സഹാബികളാവുകയില്ല എന്നാണ് അള്ളാഹു ആയത്തിൽ പറയുന്നത്. ശേഷം അള്ളാഹു പറയാണ് ഉലൈക അഅ്ളമു ദറജ,
മിനല്ലദീന അൻഫഖൂ മിൻ ബഅദു വഖാതലു. അവരാണ് ഏറ്റവും ഉയർന്ന ദറജയുള്ളവർ. ആര്? ഫതഹിന് മുമ്പ് ചെലവഴിക്കുകയും ഫതഹിന് മുമ്പ് യുദ്ധം ചെയ്യുകയും ചെയ്ത സഹാബത്താണ് മിനല്ലദീന അൻഫഖൂ മിൻ ബഅദു വഖാതലു. ശേഷം ചെലവഴിക്കുകയും യുദ്ധം ചെയ്യുകയും ചെയ്ത സഹാബത്തിനേക്കാൾ അഅ്ളമു ദറജ, ഉയർന്ന പദവിയിലുള്ളവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ്. ഈ ആയത്ത് ശേഷമാണ് അല്ലാഹു പറയുന്നത് വകുല്ലൻ വഅദല്ലാഹുൽ ഹുസ്ന. ഇത് പറഞ്ഞതിന് ശേഷമാണ് അല്ലാഹു പറഞ്ഞത് എല്ലാവർക്കും എന്തുണ്ട്? സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോ ഈ ആയത്തിൽ അല്ലാഹു സഹാബത്തിനിടയിലുള്ള ശ്രേഷ്ഠതകളുടെ ഏറ്റ വ്യത്യാസമാണ് സൂചിപ്പിക്കുന്നത്. മൊത്തത്തിൽ സഹാബത്തിനെടുത്ത് പറയുകയാണ് എങ്കിൽ സഹാബികളുടെ കൂട്ടത്തിൽ മുഹാജിറുകളാണ് ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ. അൻസാറുകളെക്കാൾ ശ്രേഷ്ഠരായവർ മുഹാജിറുകളാണ്. ശേഷം ആ മുഹാജിറുകളിൽപ്പെട്ട ബദരീങ്ങൾ, ബദറിൽ പങ്കെടുത്ത ആളുകൾ. പിന്നെ അൻസാറുകളിൽ നിന്നുള്ള ബദരീങ്ങൾ, ബദറിൽ പങ്കെടുത്ത സഹാബകളാണ് അഹ്ലു ബദർ, നമ്മൾ ബദരീങ്ങൾ എന്ന് പറയുന്ന ആളുകൾ. അവരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള ശ്രേഷ്ഠത എന്താണ്? ബദരീങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത് ഫഖദ് വജബത് ലക്കുമുൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗം നിർബന്ധമായിരിക്കുന്നുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ബദറിൽ പങ്കെടുത്ത സഹാബത്തിനോടായി പറഞ്ഞതായി ഹദീസുകളിൽ കാണാൻ സാധിക്കും. പിന്നീട് ബദരീങ്ങൾക്ക് ശേഷം വരുന്ന ആളുകൾ ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകളാണ്. അവർക്ക് ശേഷം പിന്നീട് വരുന്നത് ബൈഅത്തുർ റിദ്വാനിൽ പങ്കെടുത്ത ആളുകൾ, അഥവാ ബൈഅത്തുർ റിദ്വാൻ എന്ന പേരിൽ ഒരു ഉടമ്പടി ഉണ്ടായിട്ടുണ്ട്. ആ ഉടമ്പടിയിൽ പങ്കെടുത്ത സഹാബികൾ. ചില പണ്ഡിതന്മാർ ബൈഅത്തുർ റിദ്വാനിൽ പങ്കെടുത്ത സഹാബികളെയാണ് ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്ത സഹാബികളെക്കാൾ മുൻഗണന നൽകിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബൈഅത്തുർ റിദ്വാനിൽ പങ്കെടുത്ത സഹാബികളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായിഊനക തഹ്ത അശ്ശജറ. അല്ലാഹു വിശ്വാസികളെ തൊട്ട് തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഇദ് യുബായിഊനക തഹ്ത അശ്ശജറ, അവർ ആ മരച്ചുവട്ടിൽ വെച്ച് താങ്കൾക്ക് ബൈഅത്ത് ചെയ്ത സന്ദർഭം, അഥവാ ബൈഅത്തുർ റിദ്വാൻ എന്ന ഉടമ്പടിയാണ് ആ ആയത്തിൽ സൂചിപ്പിക്കുന്നത്. അതിൽ പറഞ്ഞ മുഅ്മിനീങ്ങൾ ആരാണ്? ആ ബൈഅത്തിൽ പങ്കെടുത്ത സഹാബികളാണ്. അപ്പൊ അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടു എന്നാണ് ഈ ആയത്തിൽ പറയുന്നത്. അത് അവർക്കുള്ള ശ്രേഷ്ഠതയാണ്. അതുപോലെ തന്നെ അതിൽ പങ്കെടുത്ത സഹാബികളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ യദ്ഖുലുൻ നാർ അഹദുൻ ബായഅ തഹ്ത അശ്ശജറ. ആ ബൈഅത്തിൽ പങ്കെടുത്ത ഒരാളും തന്നെ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അപ്പൊ അത് അവരുടെ വിഷയത്തിൽ വന്നിട്ടുള്ള ശ്രേഷ്ഠതയാണ്. അപ്പൊ മൊത്തത്തിൽ അൻസാറുകളെക്കാൾ ശ്രേഷ്ഠരാണ് മുഹാജിറുകൾ. അതുപോലെ തന്നെ ഇസ്ലാമിലേക്ക് ആദ്യം കടന്നു വന്ന സഹാബികളാണ് ശേഷം ഇസ്ലാമിലേക്ക് കടന്നു വന്ന സഹാബികളെക്കാൾ ശ്രേഷ്ഠരായ ആളുകൾ. ഈ മുഹാജിറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരാരാണ്? അൽ അശറത്തുൽ മുബശ്ശറൂന ബിൽ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബികൾ. അവരാരാണ്? ആദ്യത്തെ 4 ആളുകൾ അൽ ഖുലഫാഉൽ അർബഅ, ആദ്യത്തെ 4 ഖലീഫമാർ അബൂബക്കർ ഉമർ ഉസ്മാൻ അലി റളിയല്ലാഹു അൻഹും അജ്മഈൻ. പിന്നെ ബാക്കി 6 സഹാബികൾ. ആരൊക്കെയാണത്? പേരറിയോ? ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാ, സുബൈർ ഇബ്നുൽ അവ്വാം, സഅദ് ഇബ്നു അബി വഖാസ്, സഈദ് ഇബ്നു സൈദ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, അബു ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ്. ഇതാണ് ബാക്കി 6 സഹാബികൾ. അപ്പൊ അവരാണ് മുഹാജിറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ. ആ 10 സഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരാരാണ്? അൽ ഖുലഫാഉൽ അർബഅ, 4 ഖലീഫമാരാണ്. അവരുടെ ശ്രേഷ്ഠതയുടെ തെർത്തീബ് അവരുടെ ഖിലാഫത്തിന്റെ തെർത്തീബ് പോലെ തന്നെയാണ്. അവരുടെ ഖിലാഫത്തിന്റെ തെർത്തീബ് എങ്ങനെയാണ്? അബൂബക്കർ, സുമ്മ ഉമർ, സുമ്മ ഉസ്മാൻ, സുമ്മ അലി റളിയല്ലാഹു അൻഹു. ഈ തെർത്തീബ് തന്നെയാണ് ശ്രേഷ്ഠതയുടെ കാര്യത്തിലും ഉള്ള തെർത്തീബ്. അപ്പൊ അവരിൽ ഏറ്റവും ശ്രേഷ്ഠനാരാണ്?
അബൂബക്കർ അസ്-സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതാണ് സഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായ സഹാബിയാണ് അസ്-സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതാണ് ശൈഖുൽ ഇസ്ലാം ഈ വരിയിലൂടെ ഉദ്ദേശിക്കുന്നത്. അതാണ് ലാകിന്നമ അസ്-സിദ്ദീഖു മിൻഹും അഫ്ളലു. സിദ്ദീഖാണ് സഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായവൻ. അബൂബക്കർ അസ്-സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ പേരെന്താണ്? അബ്ദുല്ലാഹിബ്നു ഉസ്മാൻ. അബ്ദുല്ലാഹിബ്നു ഉസ്മാൻ. അബൂബക്കർ എന്ന പേരിലാണ് അദ്ദേഹം, ആ കുനിയത്തിലാണ് അദ്ദേഹം പ്രസിദ്ധനായത്. അദ്ദേഹത്തിന്റെ ലഖബ് എന്താണ്? അസ്-സിദ്ദീഖ്. അസ്-സിദ്ദീഖ്. എന്തുകൊണ്ടാണ് അങ്ങനെ പേര് വന്നിട്ടുള്ളത്? മിഅ്റാജ് പോയ സന്ദർഭത്തിൽ കുറെ മുശ്രിക്കീങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുക്കൽ വന്ന് അത്ഭുതം പോലെ പറഞ്ഞു, നിന്റെ ചങ്ങായി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, നീ അത് വിശ്വസിക്കുന്നുണ്ടോ? അവഖാല ദാലിക്, ഒറ്റ ചോദ്യം ചോദിച്ചിട്ടുള്ളൂ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞോ? ലഖദ് സദഖ്, എങ്കിൽ അത് സത്യമാണ്. അവർ അത്ഭുതത്തോട് ചോദിച്ചു, ഒരൊറ്റ രാത്രി അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നെന്നാണോ നീ വിശ്വസിക്കുന്നത്? അപ്പൊ എന്ത് പറഞ്ഞു? അതിനേക്കാൾ വലിയ കാര്യം ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾ ഇതിനേക്കാൾ വലിയ അത്ഭുതമായി നിങ്ങൾ കാണുന്ന ഒരു കാര്യമുണ്ട്, അത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതെന്താണ്? രാവിലെയും വൈകുന്നേരവും രാപ്പകലുകൾ വ്യത്യാസമില്ലാതെ ആകാശത്തുനിന്ന് വഹി ഇറങ്ങുന്നുണ്ട്. അത് വിശ്വസിക്കുന്ന എനിക്ക് ഇത് വിശ്വസിക്കാൻ എന്താണ് പ്രയാസം? ആ ഹദീസിന്റെ അവസാനത്തിൽ കാണാം, വലിദാലിക സുമ്മിയ അബൂബക്കറിൻ അസ്-സിദ്ദീഖ്. അതുകൊണ്ടാണ് സിദ്ദീഖ് എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടത് എന്ന്. തസ്ദീഖുള്ള വ്യക്തിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇസ്ലാമിന്റെ ആദ്യകാലത്ത് തന്നെ മുസ്ലിമായ ഇസ്ലാമിലേക്ക് കടന്നു വന്ന സഹാബികളിൽ ഒരാളാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് സ്വീകരിക്കുകയും അവിടുത്തെ വിശ്വസിക്കുകയും സത്യപ്പെടുത്തുകയും ചെയ്തു. ജനങ്ങളെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളവാക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിച്ച് അവിടുത്തെ സത്യപ്പെടുത്തി അവിടുത്തെ സഹായിച്ച വ്യക്തിയാണ് ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ഫളായിലുകൾ, ശ്രേഷ്ഠതകൾ ഒരുപാടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാഹിബാണ്, കൂട്ടുകാരനാണ് അദ്ദേഹം. ഖബ്ല നുബുവത്തി വബഅദഹ, നുബുവത്തിന് മുമ്പും നുബുവത്തിന് ശേഷവും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാഹിബ്, ചങ്ങാതിയാണ്, കൂട്ടുകാരനാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഹിജ്റക്ക് മുമ്പും ഹിജ്റക്ക് ശേഷവും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഏറ്റവും അടുത്ത സഹാബിയാണ് ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ജനങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ഇഷ്ടം ആരോടായിരുന്നു? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോടാണ്. ഒരിക്കൽ ചോദിക്കപ്പെട്ടു, ആരാണ് താങ്കൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം? എന്ത് പറഞ്ഞത്? ആയിഷ, ഭാര്യ ആയിഷയാണ് റളിയല്ലാഹു അൻഹ. മിനർ റിജാൽ, പുരുഷന്മാരിൽ ആരെയാന്ന് ചോദിച്ചപ്പോൾ എന്ത് പറഞ്ഞു? അബൂഹ, അവളുടെ ഉപ്പ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അതുപോലെ തന്നെ ഹിജ്റയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന അവിടുത്തെ കൂട്ടുകാരനായിരുന്നു. ഹിജ്റ എന്ന് പറഞ്ഞ ആ ഒരു പ്രയാസമേറിയ ആ ഒരു സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരനാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ ഹിജ്റയുടെ സന്ദർഭത്തിൽ ഒരു ഗുഹയിൽ ഒളിച്ചിരുന്ന ഒരു സന്ദർഭമുണ്ട്. ആ ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടായിരുന്ന സാഹിബാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. അത് പ്രത്യേകം അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇത് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൂട്ടുകാരനോട് ഇപ്രകാരം പറഞ്ഞ സന്ദർഭം എന്താ പറഞ്ഞത്? ലാ തഹ്സൻ, പ്രയാസപ്പെടണ്ട, ദുഃഖിക്കണ്ട, സങ്കടപ്പെടണ്ട. ഇന്നല്ലാഹ മഅന, അല്ലാഹു നമ്മുടെ കൂടെ ഉണ്ട്. ആ സാഹിബാരാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അപ്പൊ അല്ലാഹു പ്രത്യേകം പരിശുദ്ധ ഖുർആനിൽ നബിയുടെ സാഹിബ് എന്ന് വിശേഷിപ്പിച്ച സഹാബിയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. അപ്പോ ഈ ആയത്ത് പ്രകാരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയാണ് എന്നത് ഖണ്ഡിതമായ കാര്യമാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞിട്ടുള്ളത്, അബൂബക്കർ റളിയല്ലാഹു അൻഹു സഹാബിയല്ല എന്നാരെങ്കിലും വാദിക്കുകയാണ് എങ്കിൽ അവൻ കാഫിറാണ്. എന്തുകൊണ്ടാണ്? ഖുർആനിന്റെ നസ്സാണ് അവൻ നിഷേധിക്കുന്നത്, കളവാക്കുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ സഹായിയാണ്, എല്ലാ അർത്ഥത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന, അടുത്ത സഹായിയായി കൂടെ തന്നെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവിടുത്തെ വഫാത്തിന് ശേഷം
ഈ ഉമ്മത്തിന്റെ ഖലീഫയായി നിശ്ചയിക്കപ്പെട്ട വ്യക്തിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ നോക്കൂ, അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷം ജീവിതകാലത്ത് നബിയുടെ വസീറാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖലീഫയായി. ഇനി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മരണശേഷം അവിടുത്തെ ഖബർ എവിടെയായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനരികെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ. സുബ്ഹാനല്ലാഹ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഹയാത്ത് മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ, ഹിജ്റക്ക് മുമ്പും ശേഷവും, നബുവത്തിന് മുമ്പും ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരൻ, സാഹിബ്. ജീവിതം മുഴുവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ. വഫാത്തിന് ശേഷം അതാ ഖബറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൊട്ടരികിൽ. അത്രയുമേറെ ശ്രേഷ്ഠത ലഭിച്ച സഹാബിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരു സംഭവം ഹദീസുകളിൽ ഉദ്ധരിക്കപ്പെട്ടു വന്നിട്ടുണ്ട്. ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു ഇരുവരും തമ്മിൽ ഒരു ചെറിയൊരു പ്രശ്നമുണ്ടായി, വഴക്കുണ്ടായി ഇവർക്കിടയിൽ. തെറ്റാരുടെ ഭാഗത്തായിരുന്നു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാഗത്തായിരുന്നു അബദ്ധം സംഭവിച്ചത്. ഉടനെ അത് മനസ്സിലാക്കി ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ക്ഷമാപണം നടത്താൻ വേണ്ടി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നു. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു അത് സ്വീകരിച്ചില്ല. പിന്നീട് പിന്നെ ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പോയി. ശേഷം ഉമർ റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് കോപിച്ചേക്കുമോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വിഷമിപ്പിച്ചതിന്റെ പേരിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ദേഷ്യപ്പെടുവോ എന്ന് ഭയന്നുകൊണ്ട് ഉടനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ഉമർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെന്നു. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു ഭയന്നതുപോലെ തന്നെ സംഭവിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എവിടെയില്ല, വീട്ടിലില്ല. ഉടനെ പോയത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസിലേക്കാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു സംഭവിച്ച കാര്യം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. അങ്ങനെ പറയുന്ന സന്ദർഭത്തിൽ അതാ ഉമർ റളിയല്ലാഹു അൻഹു സദസ്സിലേക്ക് കടന്നു വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ പറഞ്ഞു, നബി സല്ലല്ലാഹു ഹദീസിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ചുവന്നു എന്നാണ്. പക്ഷെ അബൂബക്കർ റളിയല്ലാഹു അൻഹു മുട്ടുകുത്തി പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂലേ, തെറ്റെന്റെ ഭാഗത്താണ്. സമാധാനിപ്പിക്കുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നൊരു വാചകമുണ്ട്, ഇന്നല്ലാഹ ബഅസനി ഇലൈക്കും, അള്ളാഹു എന്നെ നിങ്ങളിലേക്ക് നിയോഗിച്ചയച്ചപ്പോൾ ഫഖുൽതും കദബ്ത്, നിങ്ങൾ എന്നെ കളവാക്കുകയുണ്ടായി. വഖാല അബൂബക്കറിൻ സദഖ്ത, അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് എന്നെ സത്യപ്പെടുത്തിയവൻ. ആളുകൾ കളവാക്കിയ സന്ദർഭത്തിൽ, തുടക്കത്തിൽ ഇസ്ലാമിന്റെ ആരംഭത്തിൽ ജനങ്ങൾ എന്നെ നിഷേധിച്ചപ്പോൾ എന്നെ വിശ്വസിച്ച സത്യപ്പെടുത്തിയ വ്യക്തിയാണ് എന്റെ കൂട്ടുകാരനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വവാസാനി ബിനഫ്സിഹി വമാലിഹി, സ്വന്തം നഫ്സ് കൊണ്ടും സമ്പത്ത് കൊണ്ടും എന്നെ സഹായിച്ച വ്യക്തിയാണ് അദ്ദേഹം. ഫഹൽ അൻതും താരിഖൂ ലി സാഹിബി, എന്റെ സുഹൃത്തിനെ എനിക്ക് വെറുതെ വിട്ടു തരുമോ? അഥവാ അദ്ദേഹത്തെ ഉപദ്രവിക്കാതെ പ്രയാസപ്പെടുത്താതെ എന്റെ കൂട്ടുകാരനെ നിങ്ങൾക്ക് വെറുതെ വിട്ടൂടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹുവിനോടായി പറയുന്നത്, ആ സദസ്സിൽ വെച്ച് പറയുന്നതായി ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്പൊ ഈ ഹദീസിൽ എന്താ ഉള്ളത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശ്രേഷ്ഠതയാണ് ഇതിൽ അറിയിക്കുന്നത്. സഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായ സഹാബിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അല്ല, ഈ ഉമ്മത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠനാണ് അദ്ദേഹം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കുന്നാ നഖൂലു വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈന അദ്ഹുരിനാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ ഇടയിലുള്ള സന്ദർഭത്തിൽ തന്നെ നമ്മൾ ഇപ്രകാരം പറയാറുണ്ടായിരുന്നു, അന്ന ഖൈറൻ നാസി ബഅദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ വഉമർ വഉസ്മാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമൻ അബൂബക്കർ, ഉമർ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഇവരാണ് എന്ന് ഞങ്ങൾ പറയാറുണ്ടായിരുന്നു. വയസ്മഉ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിദാലിക ഫലാ യുൻകിറു, അത് ആര് കേൾക്കാറുണ്ടായിരുന്നു? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഈ പറയുന്നത് കേൾക്കാറുണ്ടായിരുന്നു, അവിടുന്ന് അത് എതിർത്തിട്ടില്ല. അപ്പൊ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ അംഗീകരിക്കപ്പെട്ട കാര്യമാണെന്ത്? ഈ ഉമ്മത്തിൽ റസൂൽ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠനാണ് ആര്?
അബൂബക്കർ, പിന്നെ ഉമർ, പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹും എന്ന കാര്യം. അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മുതവാത്തിറായ നിലക്ക്, അനിഷേധ്യമായ നിലക്ക് സ്ഥിരപ്പെട്ടു വന്ന ഒരു വാചകമാണ്, അദ്ദേഹം പറഞ്ഞൊരു വാചകമാണ്, ഖൈറുൽ ഉമ്മത്തി ബഅദ നബിയിഹാ, ഈ ഉമ്മത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഏറ്റവും ഖൈറായ വ്യക്തി അബൂബക്കറാണ് റളിയല്ലാഹു അൻഹു. സുമ്മ ഉമർ, പിന്നാരാണ്? ഉമർ റളിയല്ലാഹു അൻഹു ആണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നു, വനുഖില അൻ അലി ഇബ്നു അബി ത്വാലിബ് മിൻ നഹ്വി 80 വജ്ഹൻ, 80-ൽ പരം സനദുകളോടുകൂടി 80-ലധികം പരമ്പരകളിലൂടെ അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന ഒരു വാചകമാണിത്. ഷെയ്ഖ് പറയാണ്, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയാണ്, വശിഅതു തുകദ്ദിബു, പക്ഷേ ഈ ഷീഇകൾ ഇതിനെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. നോക്കൂ നിങ്ങൾ, ഇവിടെ ആരാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഫള് പറയുന്നത്? അഹ്ലുബൈത്തിൽപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ആണ് ആരുടെ മഹത്വം പറയുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഫള് പറയുന്നത്. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ, അഹ്ലുബൈത്തിന്റെ പേരിൽ അതിരുകടന്ന, അലി റളിയല്ലാഹു അൻഹുവിനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ഉലൂവിലെത്തിയ ഒരു വിഭാഗം ആളുകളുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ. റാഫിലികളുടെ കാര്യം നിങ്ങളൊന്ന് എടുത്തു നോക്കൂ. എന്താണ് അവരുടെ അവസ്ഥ? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ഉമർ റളിയല്ലാഹു അൻഹുവിനെയും തക്ഫീർ നടത്തുന്നു, കാഫിറാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നു എന്ന് മാത്രമല്ല, അവർ അത് തങ്ങളുടെ മക്കളെ ചൊല്ലി പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അവരുടെ ചെറിയ പാഠശാലകളിൽ അവരുടെ അഖീദയായി പഠിപ്പിക്കുന്ന കാര്യമാണെന്ത്? അബൂബക്കർ, ഉമർ റളിയല്ലാഹു അൻഹും അവർ രണ്ടുപേരും കാഫിറാണ്, അവർക്ക് അള്ളാന്റെ ശാപം ഉണ്ടാവട്ടെ, ഈ രീതിയിലുള്ള നഊദു ബില്ലാഹ്, ഈ രീതിയിലുള്ള വാചകങ്ങൾ അവരുടെ മക്കളെ അവർ ചൊല്ലി പഠിപ്പിക്കുകയാണ്. പക്ഷേ അഹ്ലുബൈത്തിന്റെ നേതാവ് അലി റളിയല്ലാഹു അൻഹു പറയുന്ന കാര്യം എന്താണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്, ഉമർ റളിയല്ലാഹു അൻഹു ആണ് ഈ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠനെന്ന് അദ്ദേഹത്തിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഇമാം അദ്ദഹബി റഹിമഹുല്ലാഹ് പറഞ്ഞത്, ഹാദാ മുതവാത്തിറുൻ അൻ അലിയിൻ, ഈ വാചകം അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മുതവാത്തിറായി വന്ന കാര്യമാണ്. ഫലഅനതുല്ലാഹി അലർ റാഫിളതി, അതുകൊണ്ട് റാഫിലികളുടെ മേൽ അള്ളാന്റെ ശാപമുണ്ടാകട്ടെ. ഫമാ അജ്ഹലഹും, എന്തുമാത്രം വിവരദോഷികളാണവർ, എന്തുമാത്രം ജഹലിന്റെ ആളുകളാണ്, വിവരമില്ലാത്തവരാണവർ എന്ന് ഇമാം അദ്ദഹബി റഹിമഹുല്ലാഹ് അവരെ കുറിച്ച് പറയുന്നതായി കാണാൻ സാധിക്കും. തീർന്നില്ല, സയ്യിദ് അബൂ ജഅഫർ അൽ ബാഖിർ അഹ്ലുബൈത്തിൽപ്പെട്ട നേതാവാണ്. അദ്ദേഹം പറയുകയാണ്, മല്ലം യഅരിഫ് ഫദ്ല അബീ ബക്രിൻ വ ഉമർ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും ശ്രേഷ്ഠത ഒരുവൻ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ ഫഖദ് ജഹില സുന്ന, സുന്നത്തിന്റെ കാര്യത്തിൽ തന്നെ അവൻ അജ്ഞതയിലായിരിക്കുന്നു, ദീനിന്റെ കാര്യത്തിൽ തന്നെ അവൻ ജഹലിലായിരിക്കുന്നു എന്ന് അഹ്ലുബൈത്തിൽപ്പെട്ട നേതാവ് അബൂ ജഅഫർ അൽ ബാഖിർ റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇമാം ശഅബി റഹിമഹുല്ലാഹ് പറയുന്നു, ഹുബ്ബു അബീ ബക്രിൻ വ ഉമർ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ഉമർ റളിയല്ലാഹു അൻഹുവിനെയും സ്നേഹിക്കുക എന്നത്, വ മഅരിഫത്തു ഫളിഹിമാ, അവരുടെ ഇരുവരുടെയും ശ്രേഷ്ഠതകൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നത് മിനസ്സുന്ന, സുന്നത്തിൽപ്പെട്ട കാര്യമാണ്, അഥവാ ദീനിൽപ്പെട്ടതാണ്. അപ്പൊ സഹോദരങ്ങളെ, പറഞ്ഞു വന്നത്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ശ്രേഷ്ഠത അത് പ്രമാണങ്ങൾ കൊണ്ടും ഇജ്മാഅ് കൊണ്ടും, അഹ്ലുസുന്നയുടെ ഇജ്മാഅ് കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അദ്ദേഹത്തിന്റെ ഖിലാഫത്തിന്റെ കാലം 2 വർഷവും 4 മാസവുമാണ് അദ്ദേഹത്തിന്റെ ഖിലാഫത്തിന്റെ കാലം. അദ്ദേഹം മരണപ്പെടുന്നത് ഹിജ്റ 13-ാം വർഷം, അദ്ദേഹത്തിന്റെ 63-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. നോക്കൂ നിങ്ങൾ, അദ്ദേഹത്തിന് ശേഷം ശ്രേഷ്ഠതയിൽ വരുന്ന 2-ാം സ്ഥാനം ആർക്കാണ്? ഉമർ റളിയല്ലാഹു അൻഹുവിനാണ്. അബൂ ഹഫ്സ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ കുനിയത്താണ് അബൂ ഹഫ്സ്. അദ്ദേഹത്തിന്റെ ലഖബ് അൽ ഫാറൂഖ്, ഉമറുൽ ഫാറൂഖ് എന്ന പേരിലാണ് അദ്ദേഹത്തിന്റെ ലഖബ് അങ്ങനെയാണ്. നുബുവത്തിന് ശേഷം 6-ാമത്തെ വർഷമാണ് ഉമർ റളിയല്ലാഹു അൻഹു മുസ്ലിം ആകുന്നത്. അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠതയിൽപ്പെട്ടതാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ശേഷം മുസ്ലിമീങ്ങളുടെ 2-ാമത്തെ ഖലീഫയാണ് ഉമർ റളിയല്ലാഹു അൻഹു. ഇസ്ലാമിലേക്കുള്ള അദ്ദേഹത്തിന്റെ പ്രവേശനത്തിലൂടെ, അദ്ദേഹത്തിന്റെ ഇസ്ലാം സ്വീകരണത്തിലൂടെ മുസ്ലിമീങ്ങൾ അതിയായി സന്തോഷിച്ചിട്ടുണ്ട്. സഹാബികൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, മാ സിൽനാ അഇസ്സതൻ മുൻദു അസ്ലമ ഉമർ, ഉമർ റളിയല്ലാഹു അൻഹു മുസ്ലിമായത് മുതൽ നമ്മൾ ഇസ്സത്തിലാണ് എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാൻ സാധിക്കും. സഹാബികൾ
നന്നായി സന്തോഷിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠതകളിൽപ്പെട്ടതാണ് നേരത്തെ ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ ഹദീസ് ഞാൻ സൂചിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് തന്നെ നമ്മൾ ഇപ്രകാരം പറയാറുണ്ടായിരുന്നു, എന്ത്? ഏറ്റവും ഖൈറായ വ്യക്തി അബൂബക്കറാണ്, പിന്നെ ഉമറാണ്, പിന്നെ ഉസ്മാനാണ്. ആ ഹദീസിൽ രണ്ടാം സ്ഥാനത്ത് പറയപ്പെട്ടത് ഉമർ റളിയല്ലാഹു അൻഹു ആണ്. അപ്പൊ അതുപോലെ തന്നെ നേരത്തെ അലി റളിയല്ലാഹു അൻഹുവിന്റെ അസറും പറഞ്ഞു, മുതവാത്തിറായ നിലയ്ക്ക് സ്ഥിരപ്പെട്ടതാണ് എന്ന്. അതിലും അലി റളിയല്ലാഹു അൻഹു പറയുന്നത് എന്താണ്? നബി കഴിഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠൻ ആദ്യം അബൂബക്കറാണ്, പിന്നെ ഉമറാണ് റളിയല്ലാഹു അൻഹു. അപ്പൊ ആ രണ്ട് ഉദ്ധരണികളിൽ അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠതകൾ പറയപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠതയായി പറഞ്ഞ ഒരു കാര്യമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വപ്നം കണ്ടു. അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലൂടെ നടക്കുകയാണ്. ഒരു കൊട്ടാരം കണ്ടു. ആ കൊട്ടാരത്തിന്റെ അരികിൽ വെച്ച് ഒരു സ്ത്രീ വധു എടുക്കുന്നുണ്ട്. അവരോട് ചോദിച്ചു, ഇതാരുടെ കൊട്ടാരമാണ് എന്ന്. ആ സ്ത്രീ പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെതാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമറിന്റെ ഗൈറത്ത് ആലോചിച്ച് ഞാൻ അതിലേക്ക് കയറിയില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ രോഷം ചിന്തിച്ച് ഞാൻ അതിലേക്ക് കയറിയില്ല എന്ന്. അത് കേട്ടപ്പോ സദസ്സിലുള്ള ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവ അലൈക അഗാറു യാ റസൂലല്ലാഹ്, താങ്കളോട് ഞാൻ രോഷം പ്രകടിപ്പിക്കുകയോ അള്ളാഹുവിന്റെ റസൂലെ? ഇത് അദ്ദേഹത്തിന്റെ ഒരു ശ്രേഷ്ഠതയാണ്. സ്വർഗത്തിൽ അദ്ദേഹത്തിന് എന്തുണ്ട്? ഒരു ഖസ്ർ, കൊട്ടാരമുണ്ട്. അദ്ദേഹത്തിലൂടെയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഖിലാഫത്തിന്റെ കാലത്താണ് മുസ്ലിമീങ്ങൾ ഒരുപാട് നാടുകൾ കീഴടക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ വിജയിച്ചടക്കിയിട്ടുണ്ട്. ഒരുപാട് നാടുകൾ ഇസ്ലാമിന് അധീനതയിൽ ആയത് അദ്ദേഹത്തിന്റെ ഖിലാഫത്തിന്റെ കാലത്താണ്, ഭരണകാലത്താണ്. അദ്ദേഹം മരണപ്പെടുന്നത് ഹിജറ 23-ാമത്തെ വർഷം, അദ്ദേഹത്തിന്റെ 63-ാമത്തെ വയസ്സിലാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചതും അബൂബക്കർ റളിയല്ലാഹു അൻഹു മരിച്ചതും ഉമർ റളിയല്ലാഹു അൻഹു മരിച്ചതും 63-ാമത്തെ വയസ്സിലാണ്. അദ്ദേഹം മരിച്ചത് എങ്ങനെയാണ്? അബൂ ലുഅ എന്ന മജൂസിയായ വ്യക്തി കൊന്നതാണ്. അദ്ദേഹം ഫജ്ർ നിസ്കരിച്ചു കൊണ്ടിരിക്കെ കടാര കൊണ്ട് പിന്നിൽ നിന്ന് കുത്തുകയും ആ കുത്തേറ്റ പ്രയാസത്തിന്റെ കാരണത്താൽ പിന്നെ അതിയെ തുടർന്ന് എന്തായി? അദ്ദേഹം വഫാത്താവുകയും ചെയ്യുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിന് ശേഷം ശ്രേഷ്ഠതയിൽ വരുന്നതാരാണ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ദുന്നൂറൈൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 പെൺമക്കളെ വിവാഹം ചെയ്തിട്ടുണ്ട്. ആരൊക്കെയാണ്? റുഖയ്യ, അതുപോലെ തന്നെ ഉമ്മു കുൽസൂം, ഹസൻതും. ഇരുവരെയും വിവാഹം ചെയ്തിട്ടുണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് ദുന്നൂറൈൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. നേരത്തെ പറഞ്ഞ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠർ അബൂബക്കറും ഉമറും, പിന്നെ ആരാണ് എണ്ണിയത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹും. അപ്പൊ ആ ഹദീസിലും അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠത പറയപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു, അദ്ദേഹത്തിൽ നിന്ന് മലക്കുകൾ പോലും ലജ്ജ കാണിക്കുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബിഅ്റു റൂമ കിണർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം ഇതാര് മുസ്ലിമീങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ചു കൊടുക്കുന്നോ അവർക്ക് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അത് വാങ്ങിച്ചു കൊടുത്തു. അതുപോലെ തന്നെ ജയ്ഷുൽ ഉസ്റ, ഒരു യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ ഒരു സൈന്യത്തെ തയ്യാറാക്കി ഒരുക്കി കൊടുക്കുന്നവർക്ക് സ്വർഗമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അത് ചെയ്തു എന്നാണ് ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പൊ അള്ളാഹു സമ്പത്ത് കൊണ്ട് അനുഗ്രഹിച്ച ഒരു വ്യക്തി, സഹാബിയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അപ്പൊ ഇതൊക്കെ അദ്ദേഹത്തിന്റെ മനാഖിബുകളാണ്, അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠതകളായി പറയപ്പെടുന്ന കാര്യമാണ്. അദ്ദേഹം മരണപ്പെട്ടത് ഹിജ്റ 35-ാമത്തെ വർഷത്തിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. 20 ദിവസത്തോളം പുറത്തേക്ക് ഇറങ്ങാത്ത വീട് ഉപരോധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വീട് ഉപരോധിക്കപ്പെട്ടിട്ടുണ്ട് 20 ദിവസത്തോളം. അങ്ങനെയാണ് പിന്നീടാണ് അവർ വീട്ടിലേക്ക് പ്രവേശിച്ച് അദ്ദേഹത്തെ വധിച്ചു കളയുന്നത് ഖവാരിജികൾ. ശേഷം ശ്രേഷ്ഠതയിൽ വരുന്ന ആരാണ്? അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു, ഇബ്നു അമ്മിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ അബൂ താലിബ്, അദ്ദേഹത്തിന്റെ മകനാണ് അലി റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളുടെ ഭർത്താവ് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ്. ആ അലി റളിയല്ലാഹുവിന്റെ വിഷയത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഖൈബർ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ പറഞ്ഞു, നാളെ ഞാൻ ഒരു വ്യക്തിക്ക് പതാക കൊടുക്കും. അദ്ദേഹത്തിന്റെ വിശേഷണം എന്താണ്? യഫ്തഹുല്ലാഹു അലാ യദൈ. ഖൈബർ ആ വ്യക്തിയുടെ കൈയിലൂടെ അള്ളാഹു മുസ്ലിമീങ്ങൾക്ക് വിജയിച്ചു കൊടുക്കും, തുറന്നു കൊടുക്കും. അതങ്ങനെ തന്നെയാണ് ഉണ്ടായത്. യുഹിബ്ബുല്ലാഹ വ റസൂല, അദ്ദേഹം അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്നു. വയുഹിബ്ബുഹുല്ലാഹു വ റസൂലു, ആ വ്യക്തിയെ അള്ളാഹുവും റസൂലും ഇഷ്ടപ്പെടുന്നു.
വലിയ സ്ഥാനമാണ്. അദ്ദേഹത്തിന്റെ ഫളായിലായി ശ്രേഷ്ഠതയായി പറയപ്പെട്ട കാര്യമാണ്. അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠതയായി വന്ന ഒരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, മൂസ അലൈഹിസ്സലാമിന് ഹാറൂൻ അലൈഹിസ്സലാം എപ്രകാരമാണോ അതുപോലെ തന്നെയാണ് എനിക്ക് അലി റളിയല്ലാഹു അൻഹു എന്നത്. ഇത് അലി റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തബൂക്കിലേക്ക് പോയ സന്ദർഭത്തിൽ, തബൂക്ക് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ മദീന ഏൽപ്പിച്ചത് ആരെയാണ്? അലി റളിയല്ലാഹു അൻഹുവിനെയാണ്. സഅദ് റളിയല്ലാഹു അൻഹു റിവായത്തിന്റെ ഹദീസിൽ കാണാം, തബൂക്ക് യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹുവിനെ മദീനയിലേക്ക് ഏൽപ്പിച്ചു. അപ്പൊ അദ്ദേഹം ചോദിക്കാണ്, സ്ത്രീകളെയും കുട്ടികളെ എടുക്കലാണോ എന്നെ വിട്ടേച്ചു പോകുന്നത്? എന്നെ യുദ്ധത്തിന് കൂട്ടാതെ ഇവിടെ ഏൽപ്പിച്ചു പോവാണോ എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൂസ അലൈഹി സ്വലാമിന് ഹാറൂൻ അലൈഹി സ്വലാം എങ്ങനെയായിരുന്നു സ്ഥാനം, അതുപോലെ നീ ആകാൻ, ഞാനുമായുള്ള നിന്റെ സ്ഥാനമാകാൻ നീ തൃപ്തിപ്പെടുന്നില്ലേ, ഇഷ്ടപ്പെടുന്നില്ലേ? ഇല്ല അന്നഹു ലൈസ നബിയുൻ ബഅദി, പക്ഷേ എനിക്ക് ശേഷം ആരില്ല, ഇനിയൊരു നബി വരാനില്ല. അപ്പൊ അത്രയും നബിയോട് അടുത്ത സ്ഥാനമുള്ള അടുത്ത വ്യക്തിയാണ് ആര്? അലി റളിയല്ലാഹു അൻഹു. അദ്ദേഹം മരണപ്പെടുന്നത് ഹിജ്റ 40-ാം വർഷമാണ്. അദ്ദേഹത്തെ ഖാരിജിയായ അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം എന്ന ആ വൃത്തികെട്ട മനുഷ്യൻ, ഖാരിജിയായ വ്യക്തിയാണ് അദ്ദേഹത്തെ കൊന്നുകളയുന്നത്. ആ 4ാമത്തെ ഖലീഫയായ അലി റളിയല്ലാഹു അൻഹുവിന് ശേഷം ശ്രേഷ്ഠതയിൽ വരുന്നത് ആരാണ്? നേരത്തെ പറഞ്ഞ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ബാക്കി 6 സഹാബികൾ, ഞാൻ പേര് നേരത്തെ പറഞ്ഞു. പിന്നെ മുഹാജിറുകളാണ് അൻസാറുകളെക്കാൾ ശ്രേഷ്ഠർ. അഹ്ലു ബദറാണ്, പിന്നെ അഹ്ലു ഉഹദാണ്, അതുപോലെ തന്നെ ബൈഅത്തുർ റിദ്വാനിൽപ്പെട്ട സഹാബികളാണ്. ഇങ്ങനെ നേരത്തെ വിശദീകരിച്ച പോലെയാണ് സഹാബത്തിന്റെ ഇടയിലുള്ള ശ്രേഷ്ഠതയുടെ വിഷയത്തിലുള്ള ഏറ്റ വ്യത്യാസം. ഇനി സഹാബികളിൽ സ്ത്രീകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരാരാണ്? ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയാണ്, ഈ ഉമ്മത്തിലെ ശ്രേഷ്ഠരായ സ്ത്രീകൾ 3 പേരാണ്, ഖദീജ, ആയിഷ, ഫാത്തിമ റളിയല്ലാഹു അൻഹുൻ. പക്ഷേ ഇവരിൽ ആരാണ് ഏറ്റവും ശ്രേഷ്ഠർ എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ എന്തുണ്ട്? അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ വേറെയും സഹാബികളുടെ വിഷയത്തിൽ പ്രത്യേകമായി ഹദീസ് വന്നിട്ടുണ്ട്. സ്വർഗം കൊണ്ടൊക്കെ സന്തോഷ വാർത്ത സ്വർഗം കൊണ്ട് അറിയിക്കപ്പെടുന്ന വേറെയും ചില സഹാബികൾ പേര് വന്നിട്ടുണ്ട്. ആരെയാണ് അറിയാം? ബിലാൽ റളിയല്ലാഹു അൻഹു, പിന്നെ സാബിത്ത് ബിൻ ഖൈസ്, ഉക്കാശ, ഹസൻ, ഹുസൈൻ, സയ്യിദ ശബാബി അഹ്ലിൽ ജന്ന. സ്വർഗത്തിലെ യുവാക്കളുടെ നേതാവായിട്ടാണ് ഹസൻ ഹുസൈൻ, 2 നേതാക്കന്മാരായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട വേറെയും ചില സഹാബികളുണ്ട്. സഹോദരങ്ങളെ, ഇത്രയും ശ്രേഷ്ഠരായ സഹാബികളുടെ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്രയും ശ്രേഷ്ഠതകൾ പറയപ്പെട്ടുള്ള ഈ സഹാബികളെ ചീത്ത പറയുക എന്നതിന്റെ ഹുക്കം എന്താണ്? അവരെ അവഹേളിക്കുക, ചീത്ത പറയുക എന്നത് ഹറാമായ കാര്യമാണ്. അഹ്ലുസുന്നയുടെ വിശ്വാസം എന്നത് സഹാബികളെ ചീത്ത പറയുക, അവഹേളിക്കുക, കുറ്റം പറയുക എന്നത് ഹറാമായ കാര്യമാണ്. അത് വൻ പാപങ്ങളിൽപ്പെട്ട ഒരു കാര്യമായിട്ടാണ് അഹ്ലുസുന്ന എണ്ണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കിയിട്ടുണ്ട്. നേരത്തെ ഞാനത് ഹദീസ് പറഞ്ഞു, ലാ തസുബ്ബു അസ്ഹാബി, എന്റെ സഹാബത്തിനെ നിങ്ങൾ ചീത്ത പറയരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസിൽ കാണാം, ആരെങ്കിലും എന്റെ സഹാബികളെ ചീത്ത പറഞ്ഞാൽ ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ, അവന്റെ മേൽ അല്ലാഹുവിന്റെയും മലക്കുകളുടെയും മുഴുവൻ മനുഷ്യരുടെയും ശാപമുണ്ടാകട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സഹാബത്തിനെ ചീത്ത പറയുന്നതിന്റെ ഗൗരവം എത്രത്തോളം വലുതാണ് എന്ന് നമ്മൾ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇത് ചീത്ത പറയുന്നത് ഹറാമാണ് എന്ന വിധി നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ഈ സഹാബികളെ ഒരാൾ അവഹേളിക്കുകയും ചീത്ത പറയുകയും കുറ്റം പറയുകയും ചെയ്താൽ ആ വ്യക്തിയുടെ ഹുക്കം എന്താണ്? അവൻ മുബ്തദിഅാണ്, ബിദ്അത്തുകാരനാണ്. പണ്ഡിതന്മാർ ഈ വിഷയം വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ പിന്നീട് മറ്റൊരു അവസരത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക ഇൻഷാ അല്ലാഹ്. പറഞ്ഞു വന്നത്, സഹാബികളെ കുറ്റം പറയുക, ചീത്ത പറയുക എന്നത് ഹറാമാണത്, ഗൗരവമുള്ള വലിയ തിന്മയായിട്ടാണ് അഹ്ലുസുന്ന കണക്കാക്കുന്നത്. ഇമാം അഹ്മദ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം, വമിന സുന്നതി, സുന്നത്തിൽപ്പെട്ടതാണ്, ദീനിൽപ്പെട്ടതാണ്, ദിക്റു മഹാസിനി അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ മേന്മകൾ, നന്മകൾ പറയുക, കുല്ലിഹിം അജ്മഈൻ വൽ കഫ് അനില്ലദി ജറാ ബൈനഹും, അവർക്കിടയിൽ സംഭവിച്ച പ്രശ്നങ്ങൾ അതിൽ ഒന്നും
പറയാതിരിക്കുക, മൗനം പാലിക്കുക, അതിൽ ഇടപെടാതിരിക്കുക. ഫമൻ സബ്ബ അസ്ഹാബ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔ വാഹിദൻ മിൻഹും, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനെയോ അവരിൽ ആരെങ്കിലും ഒരാളെയോ ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ ഫഹുവ മുബ്തദിഉൻ, അവൻ ബിദ്അത്തുകാരനാണ്. റാഫിളിയുൻ, അവൻ റാഫിളിയാണ്. ഹുബ്ബുഹും സുന്ന, സഹാബത്തിനെ സ്നേഹിക്കൽ സുന്നത്താണ്. വദ്ദുആഉ ലഹും ഖുർബ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ പുണ്യകർമ്മമാണ്. വൽ ഇഖ്തിദാഉ ബിഹിം വസീല, അവരെ അനുധാവനം ചെയ്യൽ നന്മയിലേക്ക് എത്താനുള്ള മാർഗമാണ്. വൽ അഖ്ദു ബി ആസാരിഹിം ഫദീല, അവരുടെ കാലടിപ്പാടുകൾ സ്വീകരിക്കൽ ശ്രേഷ്ഠകരമായ കർമ്മമാണ് എന്നത് സഹാബത്തിനോടുള്ള നമ്മുടെ സ്നേഹത്തിൽപ്പെട്ടതാണ്. സഹാബത്തിന് വേണ്ടി എന്ത് ചെയ്യുക? ദുആ ചെയ്യുക. അവരുടെ പേര് കേൾക്കുമ്പോൾ എന്ത് പറയാ? തർദിയത്തിന് വേണ്ടി ചോദിക്കുക. റളിയല്ലാഹു അൻഹും, റളിയല്ലാഹു അൻഹാ, റളിയല്ലാഹു അൻഹു എന്ന രീതിയിൽ അള്ളാഹുവിനോട് അവർക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹാബത്തിനെ സ്നേഹിക്കുക അത് അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന ഒരു പുണ്യകർമ്മമാണ്. അത് നമ്മുടെ ദീനാണ് നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ ഒരു കാര്യം നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും പഠിപ്പിക്കുക. എന്താണ് സഹോദരങ്ങൾ ഇന്ന് നമ്മുടെ മക്കളുടെ അവസ്ഥ എന്താണ്? 10 കളിക്കാരെ പേര് ചോദിച്ചാൽ സിമ്പിളായി അവർ പറഞ്ഞു തരും. ഫുട്ബോൾ കളിക്കാരെ പേരും ക്രിക്കറ്റ് കളിക്കാരെ പേരും സെലിബ്രിറ്റീസിന്റെ പേരൊക്കെ അവർക്ക് 10, 15, 20 ആളുകളുടെ പേര് അവർക്ക് മനപ്പാടാണ്. 10 സഹാബത്തിന്റെ പേര് നിങ്ങൾ ചോദിച്ചു നോക്കൂ, 4 ഖലീഫമാരുടെ പേര് തെറ്റാതെ പറയാൻ ചോദിച്ചു നോക്കൂ. പലർക്കും അറിയുകയില്ല. നമ്മുടെ മക്കളുടെ അവസ്ഥ അതാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, നമ്മുടെ മക്കളെ പഠിപ്പിക്കുക സഹാബത്തിന്റെ സ്ഥാനം, അവരെ സ്നേഹിക്കാൻ പഠിപ്പിക്കുക. സ്നേഹിക്കട്ടെ നമ്മുടെ മക്കൾ അള്ളാഹുവിന്റെ റസൂലിനെയും സഹാബത്തിനെയും റളിയല്ലാഹു അൻഹും അജ്മഈൻ. അങ്ങനെ റസൂലിനെയും സഹാബത്തിനെയും ആദരിക്കുന്ന, സ്നേഹിക്കുന്ന, ഈ ദീന് കൃത്യമായി ഉൾക്കൊണ്ട് നല്ല തലമുറയായി വളർന്നു വരട്ടെ നമ്മുടെ മക്കൾ. അങ്ങനെ നല്ല മാതൃകയുള്ളവരായി വളർന്നു വരട്ടെ നമ്മുടെ മക്കൾ. അപ്രകാരമായിരുന്നു നമ്മുടെ മുൻഗാമികൾ. സഹാബത്തിന്റെ അവസ്ഥ അതുപോലെ ആയിരുന്നു. അവരുടെ മക്കളെ വളർത്തിയത് ഈ രൂപത്തിലാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാൻ സാധിക്കും, കാനൂ യുഅല്ലിമൂന അസ്സിഗാറ ഹുബ്ബ അബീ ബക്രിൻ വ ഉമർ. സഹാബികൾ ചെറിയ മക്കളെ അബൂബക്കറിനെയും ഉമറിനെയും റളിയല്ലാഹു അൻഹുമ അവരിരുവരെയും സ്നേഹിക്കാൻ പഠിപ്പിക്കാറുണ്ടായിരുന്നു എന്നാണ്. ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറയുന്നു, കാന സലഫു യുഅല്ലിമൂന ഔലാദഹും, മുൻഗാമികൾ അവരുടെ മക്കളെ പഠിപ്പിക്കാറുണ്ടായിരുന്നു ഹുബ്ബ അബീ ബക്രിൻ വ ഉമർ, അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമ ഇരുവരെയും സ്നേഹിക്കുക എന്നത് മുൻഗാമികൾ അവരുടെ മക്കളെ പഠിപ്പിക്കാറുണ്ടായിരുന്നു. ഏതുപോലെ? കമാ യുഅല്ലിമൂന സൂറത മിനൽ ഖുർആൻ, ഖുർആനിലെ സൂറത്ത് പഠിപ്പിക്കുന്നത് പോലെ മക്കളെ ആവർത്തിച്ച് ബോധ്യപ്പെടുത്തി ഉണർത്തി ഇവരോടുള്ള സ്നേഹം മക്കളുടെ മനസ്സിൽ ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിൽ ആ രീതിയിൽ അവരെ വളർത്താറുണ്ടായിരുന്നു എന്ന് മുൻഗാമികളെ കുറിച്ച് അദ്ദേഹം പറയുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹാബത്തിനെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ഈ ദീൻ അവരെ പഠിപ്പിക്കുകയും ചെയ്യുക. ഒരു മുസ്ലിം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സഹാബത്തിനോടുമുള്ള അവന്റെ സത്യസന്ധമായ സ്നേഹം, ആ സ്നേഹം കൊണ്ട് സ്വർഗത്തിൽ അവരുടെ കൂടെ സഹവസിക്കാനുള്ള തൗഫീഖ് അവന് ലഭിക്കുമെന്നാണ്. അമല് കൊണ്ട് അവരോടൊപ്പം എത്താൻ സാധിച്ചിട്ടില്ല എങ്കിലും അവരെ സ്നേഹിക്കുന്നതിലൂടെ അവരോടൊപ്പം എത്താൻ അവർക്ക് ഒരു മുസ്ലിമിന് സാധിക്കുമെന്നാണ്. എന്താണ് അതിനൊരു തെളിവ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരാൾ വന്നു. ഇതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരാൾ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, എപ്പോഴാണ് അള്ളാഹുവിന്റെ റസൂലെ ഖിയാമത്ത്, അന്ത്യനാൾ എപ്പോഴാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, ആ അന്ത്യദിനത്തിന് വേണ്ടി നീ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത്? നിന്റെ പക്കൽ എന്താണുള്ളത്, തയ്യാറാക്കി വെച്ചിട്ടുള്ളത് അമലായി? അദ്ദേഹം പറഞ്ഞു, എന്ത്? ഹബ്ബുല്ലാഹി വ റസൂലി, അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുള്ള സ്നേഹമാണ് എന്ന് ആ വ്യക്തി പറഞ്ഞു കൊടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഫഇന്നക മഅ മൻ അഹ്ബബ്ത, നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരോടൊപ്പമായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാനായ സഹാബി അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മുസ്ലിമായി എന്ന ആ സന്തോഷത്തിന് ശേഷം പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാചകം കേട്ടപ്പോഴാണ്. ഇന്നക മഅ മൻ അഹ്ബബ്ത, നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരുടെ കൂടെ ആയിരിക്കുമെന്ന്. ഇത് കേട്ടപ്പോൾ നമുക്ക് അങ്ങേയറ്റം സന്തോഷമുണ്ടായിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഫഅന ഉഹിബ്ബു റസൂലല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നു. വ അബാ ബക്രിൻ വ ഉമർ, അബൂബക്കറിനെയും ഉമറിനെയും ഞാൻ സ്നേഹിക്കുന്നു. വ അന അർജു അൻ അകൂന മഅഹും ലിഹുബ്ബി ഇയാഹും, അവരോടുള്ള എന്റെ സ്നേഹം കാരണത്താൽ അവരോടൊപ്പം ഞാൻ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വഇൻ കുൻതു ലാ അഅമലു ബിഅമലിഹിം, എനിക്ക് അവരുടെ അത്ര അമലില്ല എങ്കിൽ കൂടി
അവരോടുള്ള എൻ്റെ സ്നേഹം കാരണത്താൽ ഞാൻ അവരോടൊപ്പം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, സ്നേഹിക്കുക അള്ളാഹുവിന്റെ റസൂലിനെയും അവിടുത്തെ സഹാബത്തിനെയും സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബത്തിനെയും റളിയല്ലാഹു അൻഹും. അത് നമ്മുടെ മക്കളെയും കുടുംബത്തെയും പഠിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ സഹാബത്തിനെ സ്നേഹിക്കുന്ന ഒരു തലമുറയായി നമ്മുടെ മക്കളെ വളർത്താനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. നമുക്കും എല്ലാവർക്കും അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും സ്നേഹിക്കാനും സഹാബത്തിനെയും സ്നേഹിക്കാനുള്ള ആ ഒരു തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ അവന്റെ സ്വർഗത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അവന്റെ സഹാബത്തിന്റെയും കൂടെ നാളെ ജന്നാത്തിൽ നാം ഏവരെയും അവൻ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദ വല്ലാഹു തആല അലം വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക്കല്ലാഹു.